പ്രണയവർണ്ണങ്ങൾ. രചന അവതരണം മിത്രവിന്ദ. മോളെ ഗൗരി, നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മേ. മോക്ക് വിഷമമുണ്ടോ? അവരുടെ ചോദ്യത്തിന് അവൾ ഒരു നനുത്ത പുഞ്ചിരിയാണ് മറുപടിയായി നൽകിയത്. അമ്മയ്ക്ക് നിന്നെ പിരിഞ്ഞു പോകാൻ മനസ്സില്ല, അത്രയ്ക്കിഷ്ടമായി നിന്നെ. അവർ അവളുടെ നെറുകയെ തലോടി. ദേവി, അച്ഛൻ വിളിക്കുന്നു, അമ്മ പോയിട്ട് വരാം. അവൾ തലയാട്ടി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവർ നിന്നു. മോളുടെ ഫോൺ നമ്പറും തരുമോ? എന്തെങ്കിലും ആവശ്യം വന്നാൽ അമ്മയ്ക്ക് വിളിക്കാമല്ലോ. അത് വേണോ എന്നവൾ ഓർത്തു. ആ, ഹരിയുടെ കൈ കാണും, ഞാൻ അവനോട് മേടിച്ചോളാം, പെട്ടെന്നവർ പറഞ്ഞു. ഇനി ഹരിയോട് നമ്പർ ചോദിക്കുമ്പോൾ തൻ്റെ നമ്പർ അയാളുടെ കയ്യിലില്ലല്ലോ എന്ന് അവൾ പെട്ടെന്ന് ചിന്തിച്ചു. അത് വേണ്ടമ്മേ, ഞാൻ തരാൻ നമ്പർ. അവൾ തൻ്റെ ഫോൺ നമ്പർ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഒന്നുകൂടെ ഗൗരിയോട് യാത്ര പറഞ്ഞിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുവാ, ഇനിയും നമുക്ക് കാണാൻ കേട്ടോ. ഗോപിനാഥൻ കൈമളിൻ്റെ കയ്യിൽ പിടിച്ചു. അയാൾ ഒരു മറുപടിയും പറഞ്ഞില്ല. അവർ കാറിൽ കയറി പോകുന്നത് ഗൗരി ജനാലയുടെ വാതിൽ മറയിൽ കൂടി നോക്കിക്കണ്ടു. ഈശ്വര, എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അച്ഛനോടും അമ്മയോടും പറഞ്ഞത് വലിയൊരു കളവാണ്. തന്നെ പ്രാണനെ പോലെ കൊണ്ടു നടന്ന തൻ്റെ അച്ഛൻ ഇന്ന് എല്ലാവരുടെയും മുൻപിൽ എൻ്റെ അച്ഛൻ്റെ തല താഴ്ന്നു. എടി ചെയ്തേ, എനിക്ക് പണത്തിന് മാത്രമേ കുറവുള്ളൂ, പക്ഷേ അഭിമാനത്തിന് ഒരു കുറവുമില്ല. എൻ്റെ അഭിമാനം എൻ്റെ മക്കളാണ്. അച്ഛൻ എപ്പോഴൊക്കെയോ പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. ഹൃദയം പിളരുന്ന വേദനയാണ് അവൾക്കപ്പോൾ തോന്നിയത്. അച്ഛ, എനിക്ക് മാപ്പ് തരില്ലേ? അവൾ മിഴികൾ ഇറുക്കി പൂട്ടി. കൈമൾ കുറേ നേരമായി ഒരേ കിടപ്പാണ്. സീത വന്ന് വിളിച്ചിട്ടും അയാൾ എഴുന്നേറ്റില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി തുടങ്ങിയപ്പോഴാണ് അവർ വന്നത്. ഷുഗറൊക്കെയാണ്, ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെ? അമ്മ പറയുന്നത് കേട്ട് ഗൗരി അവൾ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. അച്ഛാ, അയാൾ ഒന്നും ഞെട്ടിയതായി അവൾക്ക് തോന്നി. അച്ഛാ, അവൾ ഒന്നുകൂടെ അയാളെ വിളിച്ചു. അച്ഛാ, ഊണ് കഴിക്ക്. ഞാൻ കഴിച്ചോളാം, മോള് ചെല്ല്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അച്ഛനൊന്നും കഴിക്കാതിരുന്ന എങ്ങനെ? അച്ഛന് അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ. അച്ഛൻ കഴിച്ചോളാം, മോൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. അച്ഛാ, എന്താണ് മോളെ? അച്ഛനും അമ്മയെപ്പോലെ എന്നെ ശപിക്കരുത്. അത് പറയുകയും ഗൗരി കരഞ്ഞുപോയി. എനിക്കതിന് കഴിയുമോ മോളെ? നിനക്ക് അച്ഛനെ ഇതുവരെയായിട്ട് മനസ്സിലായില്ലല്ലേ? എല്ലാ സ്വാതന്ത്ര്യവും തന്നാണ് അച്ഛൻ നിന്നെ വളർത്തിയത്. നിൻ്റെ മനസ്സിൽ അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് അച്ഛനോട് തുറന്നു പറയായിരുന്നു. ഇതിപ്പോൾ എന്തെല്ലാം സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. എല്ലാവരുടെയും മുമ്പിൽ അച്ഛനൊരു പരിഹാസ കഥാപാത്രമായി. അതിമാത്രമേ ഉള്ളൂ അച്ഛന് സങ്കടം. അച്ഛാ, എനിക്കെന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. ഒരിക്കൽ അച്ഛനെല്ലാം അറിയും. അന്ന് എൻ്റെ അച്ഛൻ എനിക്ക് മാപ്പ് തരും, അതുറപ്പാണ് ഈ ഗൗരിക്ക്. നിനക്ക് എന്തിനാണ് മോളെ ഞാൻ മാപ്പ് തരുന്നത്? അതിന് മാത്രം പൊറുക്കാനാവാത്ത തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല. ഒരു ചെറുപ്പക്കാരനെ നിനക്കിഷ്ടമായി, അതത്ര വലിയ തെറ്റൊന്നുമല്ല. അച്ഛാ, എനിക്കങ്ങനെയൊക്കെ. ഇനി എൻ്റെ മോൾ ഒന്നും പറയണ്ട. മോൾ അടുക്കളയിലേക്ക് ചെല്ല്. നിൻ്റെ അമ്മ അവിടെ വിഷമിച്ചിരിക്കുവാണ്. അച്ഛൻ വരും. അച്ഛൻ വരാതെ ഞാൻ പോകില്ല. ഞാൻ വന്നോളാം. അയാൾ മെല്ലെ എഴുന്നേറ്റു. ഗൗരി, അച്ഛൻ അവളെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. എൻ്റെ കുട്ടിക്ക് വേദനിച്ചോ? താൻ അടിച്ചതിൻ്റെ അടയാളം അവളുടെ കവിളത്തുണ്ടായിരുന്നു. ഏയ് ഇല്ലച്ചാ. ചങ്ക് പൊട്ടുന്ന വേദനയിലും അവൾ ചിരിച്ചു. പോട്ടെ, അച്ഛനപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അയാൾ മകളെയും കൂട്ടി ഭാര്യയുടെ അടുത്തേക്ക് വന്നു. അടുക്കളയിൽ കിടക്കുന്ന ഒരു കസേരയിൽ ഇരിക്കുകയാണ് സീത. അടുപ്പത്തിരുന്ന് എന്തോ തിളച്ചു മറിയുന്നുണ്ട്. അവരുടെ മനസ്സ് ഇവിടെയൊന്നും അല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാകും. സീത, ഇതെന്തോന്ന് ഓർത്തിരിക്കുവാ നീ? ചോറ് വിളമ്പ്. അയാൾ വന്നതും സീത പിടഞ്ഞെഴുന്നേറ്റു. ഭർത്താവിന് കഴിക്കാനായി എന്തൊക്കെയോ വിളമ്പി. എല്ലാം മേശമേൽ നിർത്തി. ഗൗരി അടുത്തുണ്ടെങ്കിലും അങ്ങനെ ഒരാളെ അവിടെ ഇല്ലെന്നുള്ള മട്ടിലാണ് സീതയുടെ ഓരോ പ്രവൃത്തികൾ. എല്ലാ ദിവസവും ഒരുപാട് തമാശകളും വിശേഷങ്ങളും പറഞ്ഞാണ് മൂവരും ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഇന്നിവിടെ ഒരു ശ്മശാന മുഖത്ത് തളം കെട്ടി നിന്നു. അമ്മേ, വിളിക്കരുത് നീ എന്നെ. അമ്മേ പ്ലീസ്.
മിണ്ടരുത്, ഒരക്ഷരം പോലും നീ എന്നോട് മിണ്ടരുത്. അമ്മേ, അമ്മ കാര്യം അറിയാതെ. നിർത്തടി. നീ ഇനി കൂടുതൽ കാര്യമൊന്നും എന്നെ അറിയിക്കണ്ട. എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ദേവി, ഇത് നീ എന്നോട് ഇനി മിണ്ടിക്കൊണ്ട് വരരുത്. എനിക്കത് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഒരു മകളുമില്ല. സീതേ. അതേ ചേട്ടാ, എൻ്റെ മകൾ മരിച്ചുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മേ, അവൾ തേങ്ങിപ്പോയി. അതേടി, സത്യമാണ് ഞാൻ പറയുന്നത്. മാമ്പറമ്പിലെ രമണി എന്നോട് ചോദിച്ചു, ആ ചെക്കനുമായിട്ട് മകൾക്ക് എന്തെങ്കിലും ഇഷ്ടമോ മറ്റോ ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ മകൾ അത്തരക്കാരിയല്ലെന്ന്. അവൾ അതിന് വീണ്ടും ജനിക്കണമെന്ന്. ഇതെന്നിട്ട് എല്ലാവരും അറിയില്ലേ ചേട്ടാ? ഇവൾ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നമ്മളെ അപമാനിച്ചില്ലേ? ലക്ഷ്മിമോളുടെ വീട്ടിൽ അവൾ എന്തു പറയും? എല്ലാത്തിനും കാരണം ഇവളല്ലേ? ഈശ്വരൻ നിന്നെ വെറുതെ വിടില്ല. മേലെടുത്ത വീട്ടിലെ കെട്ടിലമ്മയായി കഴിയാമെന്നൊന്നും നീ വിചാരിക്കണ്ട. നീ ചെയ്തു കൂട്ടിയതിനൊക്കെ അനുഭവിക്കും നീ. സീതേ, മതി, നിർത്ത്. ഭർത്താവ് ദേഷ്യപ്പെട്ടപ്പോഴാണ് സീത ഒന്നടങ്ങിയത്. 2 ഉരുള ചോറ് കഴിച്ചിട്ട് അയാൾ എഴുന്നേറ്റ് പോയി. നിനക്ക് ഇതുവരെയായിട്ടും തൃപ്തിയായില്ലേ? എവിടേക്കെങ്കിലും നീ ഒന്ന് പോയി തരുമോ? സീത വഴക്കു പറഞ്ഞതും ഗൗരി അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ ചെന്ന് തൻ്റെ കട്ടിലേക്ക് വീണു. അതുവരെ അടക്കിപ്പിടിച്ച സങ്കടങ്ങൾ മുഴുവൻ ഒരു പേമാരിയായി അവളുടെ കണ്ണിലൂടെ പെയ്തിറങ്ങി. ഹരി വെറുതെ കട്ടിലിൽ മലർന്നു കിടക്കുകയാണ്. അവർ ഗൗരിയുടെ വീട്ടിൽ പോയതാവാനാണ് സാധ്യത. അവൾ പറയും താൻ അവളോട് മോശമായി പെരുമാറിയ കാര്യം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തന്നെ പൊരിക്കുമെന്ന് അവനറിയാം. അപ്പോൾ പറയും താൻ അവളെ വിവാഹം കഴിച്ചോളാമെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും. എന്നാലും താൻ ഉറച്ചു നിൽക്കും. അവളല്ലാതൊരു പെണ്ണ് ഹരിയുടെ ജീവിതത്തിൽ ഇല്ലെന്ന്. ഈ ഹരിയുടെ താലിയുമണിഞ്ഞ് അവൾ വരും. മേലെടുത്ത വീട്ടിൽ ഈ പടികൾ ചവിട്ടി. ഹരിക്ക് വേണ്ടിയാണ് ഗൗരി ഈ ഭൂമി പിറന്നത്. ഈ ഹരിയുടെ ഇടനെഞ്ചിലെ ചൂട് പോകും വരെ നീ കാണണം തൻ്റെ കൂടെ. വേറൊരുത്തിന് വിട്ടുകൊടുക്കില്ല നിന്നെ സ്വന്തമാക്കുവാൻ ഏതറ്റം വരെയും പോകും ഞാൻ. അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. ഓ, ആകെ റൊമാൻറ്റിക് ആയല്ലോ. ഈശ്വര, എൻ്റെ പെണ്ണ്. അവളിന്ന് എന്തൊക്കെ പറഞ്ഞോ ആവോ? പാവം, അവൾ പേടിച്ചു പോയി കാണും. ഒക്കെ നിൻ്റെ ഏട്ടൻ്റെ ഓരോരോ തന്ത്രങ്ങളല്ലേടി. നിൻ്റെ സമാധാനത്തോടെയല്ല, നിൻ്റെ സമ്മതത്തോടെയല്ലാതെ നിന്നെ ഹരി തൊടില്ല. അന്ന് പിന്നെ ഇത്തിരി കുടിക്കുകയും ചെയ്തു പോയി, അതാണ്. എന്നെ ഒന്നും ചെയ്യല്ലേ സാറ്, ഞാനൊരു പാവമാണ്. അവളുടെ ഒരു സാറ്. ആരടി കാന്താരി നിൻ്റെ സാർ? ഹരിയേട്ടൻ. അങ്ങനെ മതി. അവൻ്റെ മനസ്സിൽ ഗൗരിയോടുള്ള സ്നേഹം പതഞ്ഞു പൊങ്ങി. ഗൗരി, എന്നും എൻ്റെ സ്വപ്നങ്ങളിൽ നീയാണ്, നീ മാത്രം. കൊതി തീരുവോളം നിന്നെ കാണണം, നിന്നോട് സംസാരിക്കണം. നിൻ്റെ പരിഭവങ്ങളും പിണക്കങ്ങളും പ്രണയവും എല്ലാം ആവോളം വേണം എനിക്ക്. ഈ ഹരി പൂർണ്ണമാകണമെങ്കിൽ നീ എൻ്റെ കൂടെ വേണം. ഒരു നറുനിലാവായി നീ എന്നിൽ പെയ്തിറങ്ങുന്നതോർത്ത് എത്രയോ രാത്രികളിൽ ഞാൻ ഉറങ്ങാതിരുന്നു. എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരി, നിന്നിലേക്കുള്ള എൻ്റെ ദൂരം അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹരിക്കുഞ്ഞെ, അമ്മണിയമ്മ വാതിൽ മുട്ടുന്നു. എന്താ അമ്മണിയമ്മേ, ഊണ് കഴിക്കാൻ വരുന്നില്ലേ? വരാം. അവർ വന്നോ? ഇല്ല മോനെ. അതും പറഞ്ഞുകൊണ്ട് അവർ പോകാനായി പിന്തിരിഞ്ഞു. അമ്മണിയമ്മയുടെ വീട് ഗൗരിയുടെ വീടിൻ്റെ അടുത്താണോ? അതേ കുഞ്ഞെ. നല്ല കുട്ടിയാ, നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ട്. പിന്നെ കാണാനും മിടുക്കിയല്ലേ. അവർ അതും പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. എൻ്റെ അമ്മണിയമ്മേ, എനിക്ക് പിന്നെ അറിയരുതോ അവൾ നല്ല കുട്ടിയാണെന്ന്? നല്ല കുട്ടിയെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടി. അതും പറഞ്ഞുകൊണ്ട് മോഹൻലാൽ സ്റ്റൈലിൽ അവൻ താഴേക്ക് ഇറങ്ങി വന്നു. നച്ചുമോളെ എടുത്തുകൊണ്ട് അവൻ വരാന്തയിൽ കൂടി ഉലാത്തുകയാണ്. കണ്ണുകൾ കൂറ്റൻ ഗേറ്റിലേക്കാണ് അപ്പോഴും. എന്താടാ, കുറച്ച് സമയമായല്ലോ ആരെയോ കണ്ണുനട്ട് നിൽക്കുന്ന പോലെ. ആരെങ്കിലും വരുമോ? നീലിമ പിന്നി വന്നപ്പോൾ ഹരി ഒന്ന് ഞെട്ടി. അയ്യോ എടുത്തി, ഞാൻ വെറുതെ. എൻ്റെ ഹരിയേ, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നൊക്കെ ഉണ്ട് കേട്ടോ, അല്ലേ മുത്തശ്ശി? അവൾ ജാനകിയമ്മയെ നോക്കി പറഞ്ഞു. ശോ, സത്യമായിട്ടും അല്ല എടുത്തി, ഞാൻ വെറുതെ ഇങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നതല്ലേ. അതിനെടുത്ത് വെറുതെ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട. അവൻ കുഞ്ഞിനെ തിരികെ കൊടുത്തിട്ട് എസ്കേപ്പ് ആകാൻ നോക്കി. പോയവർ വരട്ടെ, എന്നിട്ടാവും ബാക്കി.
മുത്തശ്ശി ഒന്ന് ഇരുത്തി മൂളി. അല്പസമയത്തിനുള്ളിൽ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവൻ കേട്ടു. ഹരിയാണെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലും മീനയും ആടിത്തിമിർക്കുകയാണ്. വെള്ളി നില തുള്ളികളോ കൺപീലിയിൽ. അവൻ വോളിയം അല്പം കുറച്ചു വെച്ചു. ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ തിരക്കാൻ മനസ്സുണ്ടെങ്കിലും അവൻ അടക്കി പിടിച്ചിരുന്നു. അച്ഛനും അമ്മയുമാണ് ആദ്യം കയറി വന്നത്. രണ്ടാളുടെയും മുഖം വല്ലാണ്ടാണ് ഇരിക്കുന്നത്. അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമം പോലെ. ഈശ്വര, പണി പാളിയോ? അവൻ ഓർത്തു. അമ്മേ, പോയ കാര്യം എന്തായി? നീലിമയാണ്. ദേവി ഡ്രസ്സ് പോലും മാറാതെ വന്ന് സെറ്റിയിലിരുന്നു. എന്താ അമ്മേ, എന്തു പറ്റി? മുത്തശ്ശി എവിടെ? കിടക്കുക. അമ്മ കാര്യം പറ. അത് മോളെ, അവരെ കണ്ടു. എന്നിട്ട്? പറയാം, ഒരു മിനിറ്റ്. അവരെഴുന്നേറ്റ് ഹരിയുടെ അടുത്തേക്ക് ചെന്നു. ഒന്നും അറിയാത്തതുപോലെ അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക. എടാ! ഒറ്റ വളയിൽ തന്നെ അവർ ചാടി എഴുന്നേറ്റു. നിനക്ക് ആ പെൺകുട്ടി ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്കത് ഇവിടെ തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ? ഇങ്ങനൊരു നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഹരി? അവളെ അച്ഛനും അമ്മയും കൂടെ പൊതിരെ തല്ലി. നീ കാരണമല്ലേ എല്ലാം. അമ്മ പറഞ്ഞു കേട്ടവൻ സ്തംഭിച്ചിരിക്കുകയാണ്. ഗൗരിയെ തല്ലിയെന്നോ? എന്തിനാണമ്മേ? എന്തിനാ കുട്ടീനെ അവിടെ അച്ഛനും അമ്മയും തല്ലിയത്? നീലിമ വന്ന് ദേവിയുടെ അടുത്തേക്കും. ഇവൻ ഒരുത്തൻ. എല്ലാം ഇവൻ്റെ കുഞ്ഞുങ്ങളെയായിരുന്നു മോളെ. എന്നല്ല പാവം പെൺകുട്ടി. മകനെ അവർ ദേഷ്യത്തിൽ നോക്കി. ഗൗരി എന്തു പറഞ്ഞമ്മേ? മോളെ, ഇവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ഞാൻ ഗൗരിയോട് ചോദിച്ചു. ഇവനെ ഇഷ്ടമാണെന്നും ഇവനെ പിരിയാൻ പറ്റില്ലെന്നും വേറൊരു വിവാഹത്തിന് അവൾക്ക് സമ്മതമില്ലെന്നും അവൾ എന്നോട് പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് അവളുടെ അമ്മ റൂമിലേക്ക് കയറി വന്നത്. പിന്നീട് അവിടെ നടന്നതൊന്നും എനിക്ക് പറയാൻ പോലും പറ്റില്ല. അവളെ ഒരുപാട് അവർ ദേഹോപദ്രവം ചെയ്തു മോളെ. ഹരി താൻ കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് തന്നെ ഇഷ്ടമായിരുന്നോ? ഇതെന്തൊക്കെയാണ്? അതോ അമ്മ ഇനി കളവ് പറയുന്നതോ? അവൻ മനസ്സിലാകാത്ത മട്ടിൽ അമ്മയെ നോക്കി. അവൻ്റെ മുഖത്തെ ഓരോ ഭാവവും ഒപ്പിയെടുക്കുകയാണ് ഗോപിനാഥ മേനോൻ. അവളിവനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് മോളെ. അതുകൊണ്ടല്ലേ അവളിതെന്നോട് പറഞ്ഞത്. പക്ഷേ ഇവനോട് ഞാനും അച്ഛനും എത്ര തവണ ചോദിച്ചു. ഇവനെന്നിട്ടൊരു അക്ഷരം മിണ്ടിയില്ല. ഇവനിട്ട് നല്ല അടി കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. നാണമില്ലട നിനക്ക്? സ്നേഹിച്ച പെണ്ണിനെ ആത്മാർത്ഥമായി കൂടെ കൂട്ടി താലി ചാർത്തിയിട്ട് അന്തസ്സായി ജീവിക്കണം. അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത് നീ. അമ്മേ, ഞാൻ ഒരക്ഷരം പോലും മിണ്ടരുത് ഹരി. നീ വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ. എല്ലാവരും അറിഞ്ഞില്ലേ ഇത്? ചുമ്മാ ഓരോരോ വയ്യാവേലി. നീ ഈ കേസിലൊക്കെ പോയി ചാടിയിലോടാ. നിനക്ക് ശകലം പോലും നാണമില്ല. ഒന്നുമില്ലെങ്കിലും സ്നേഹിച്ച പെണ്ണിനെ അന്തസ്സായിട്ട് കൂടെ കൂട്ടുന്നതിന് പകരം നീ എന്തൊക്കെയാണ് ഒപ്പിച്ചു വച്ചിരിക്കുന്നത്? അമ്മേ, നീ ഇനി കൂടുതലൊന്നും ഉരുണ്ട് കളിക്കണ്ട. നാട്ടിലെ ആളുകൾ പലവിധ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക. എത്രയും പെട്ടെന്ന് ഇതിനൊരു പോംവഴി കണ്ടേ തീരൂ. അവിടേക്ക് കയറി വന്ന കണ്ണനാണത് പറഞ്ഞത്. കുറച്ച് ക്യാഷ് കൊടുത്ത് ഒതുക്കാം നമുക്ക്. എന്നിട്ട് ഇവനെ എത്രയും പെട്ടെന്ന് മറ്റൊരു കല്യാണം ആലോചിക്കണം. അത് കഴിഞ്ഞേ ബാക്കിയുള്ളൂ. ഗോപിനാഥൻ്റെ ശബ്ദം മുഴങ്ങിയതും എല്ലാവരും ഞെട്ടി. അയ്യോ ഏട്ടാ, അപ്പോൾ കുട്ടി? ഏത് കുട്ടി? നീ ആ പെണ്ണിനെ കണ്ട് അവളോട് ഇത്തിരി നേരം സംസാരിച്ചു എന്ന് കരുതി എൻ്റെ മകൻ്റെ പെണ്ണായി ഈ വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടിയെക്കുറിച്ച് എനിക്ക് കുറച്ച് സ്വപ്നങ്ങളും മോഹങ്ങളുമൊക്കെ ഉണ്ട്. അതും അവൻ്റെ അച്ഛൻ എന്ന നിലയിൽ. നമുക്ക് ഈ ബന്ധം ശരിയാവില്ല ദേവി. അത് വേണ്ട. ഇതൊക്കെ പ്രായത്തിൻ്റെ ഓരോ എടുത്തുചാട്ടം. അത്രയും കരുതിയാൽ മതി. അച്ഛാ, കണ്ണിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കണ്ണ? അവൾ പറയുന്നത് പോലെ ഇവൻ അത്രമാത്രം ആത്മാർത്ഥമായിട്ടൊന്നും അവളെ സ്നേഹിച്ചിട്ടില്ല. പിന്നെ കാശുള്ള വീട്ടിലെ ആൺപിള്ളേരെ കാണുമ്പോൾ ചില പെൺകുട്ടികൾ ഇങ്ങനെയാണ്. ഓരോ തോന്നലുണ്ടാകും. നമ്മളതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ചാൽ മാത്രം മതി. അല്ലാതെ പറയുന്ന കേട്ട് ഉടനെ എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട. അവൾക്ക് വേറെ എന്തെങ്കിലും നല്ല ആലോചന വരുമ്പോൾ അവരത് നടത്തി വിട്ടോളും. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയണ്ട. ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനെ വിളിക്കട്ടെ. ഇവന് പറ്റിയ ഏതെങ്കിലും നല്ല കുടുംബത്തിലെ പെൺകുട്ടിയെ നമുക്ക് കണ്ടെത്താം. അതും പറഞ്ഞുകൊണ്ട് ഗോപിനാഥൻ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ഈശ്വര, ആ കുട്ടിക്ക് വാക്ക് കൊടുത്തതാ. ഒന്നും വിഷമിക്കാതെ മോൾ ഇവിടെ ഇരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് ഹരിയെ കൂട്ടി വന്നോളാമെന്നാണ് അവളോട് പറഞ്ഞത്. ദേവി ആരോടുന്നല്ലാതെ പറഞ്ഞു. ഹരി, ഇനി എന്ത് ചെയ്യും? നീ എന്താണ് ഒന്നും മിണ്ടാത്തത്?
അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോഴും. തുടരും.